ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ ഏഷ്യാനെറ്റിന്റെ ഒരു എപ്പിസോഡ് വന്നതിന് ശേഷമുള്ള ചർച്ച മുഴുവൻ റോക്കി ബായുടെ എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സംഭവം എന്താണെന്ന് പ്രൊമോയിൽ വ്യക്തമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് വെച്ചിട്ട് സംഭവം ഉണ്ടായിരിക്കുന്നത് സിജോയും റോക്കിയും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ ആ വീട്ടിലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഫൈറ്റിന്റെ തുടക്കം എന്ന് പറയുന്നത് റോക്കി ഒരു നിരാഹാര സമരവുമായി കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം കിച്ചൺ ടീം നിലവിൽ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കിച്ചൺ ടീമിന്റെ പേരിലാണ് ഈ ഒരു പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. കിച്ചണിൽ ഫുഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് റോക്കി പറഞ്ഞ ചില സജഷൻസിന്റെ പേരിലാണ് ആർഗ്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം കിടക്കുകയുണ്ടായി റോക്കി. ആ ഒരു നിരാഹാരം സമരം തുടങ്ങിയത് സിജോയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലായിരുന്നില്ല. അപ്സരയും റോക്കിയും തമ്മിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ പേരിൽ ഒരു ബാഡ് വേർഡ് അപ്സര റോക്കിയെ വിളിച്ചു എന്നുള്ളതിന്റെ പേരിലാണ് ആ ഒരു പ്രശ്നം വന്നത്. അതിന് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു ഇഷ്യൂ ആയിരുന്നു. ആ ഒരു ഇഷ്യൂവിന്റെ ചർച്ച വന്ന് അവസാനിക്കുന്നത് കിച്ചൺ ടീമിലേക്കായിരുന്നു. അപ്പോൾ ആ കിച്ചൺ ടീമിന്റെ ആ ഒരു സമയത്ത് ക്യാപ്റ്റനായിരുന്നു സിജോ ആയിരുന്നു. അപ്പോൾ സിജോയെ ഇല്ലാത്ത കാര്യം റോക്കി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ സിജോയും റോക്കിയും തമ്മിൽ നല്ല രീതിയിൽ ഒരു അരമണിക്കൂറോളം അവിടെ നിന്നിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുകയാണ്. ശാരീരികമായിട്ടല്ല, വാക്കുകൾ കൊണ്ട് ഒരു ആർഗ്യുമെന്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് റോക്കി കുറേ കാര്യങ്ങൾ പറയുകയും സിജോയും തിരിച്ചതിനുള്ള മറുപടി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള കുറേ കാര്യങ്ങൾ റോക്കിയും സിജോയും ഇങ്ങോട്ട് എടുത്തിടുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന ആ ഒരു ഫൈറ്റ് പോർഷൻ അവിടെ നടക്കുന്നത്. അത് ആക്ച്വലി അതിൽ നമുക്ക് എവിഡൻ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സിജോ നല്ല രീതിയിൽ ചൊടിപ്പിക്കുന്നുണ്ട് റോക്കിയെ എന്നുള്ളത്. സിജോയുടെ ഒരു ഗെയിം പ്ലാൻ ആയിട്ട് തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് നിന്നുകൊണ്ട് അവൻ ആ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് റോക്കിയെ കൊണ്ട് പ്രവോക്ക് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ പോലും റോക്കി പ്രവോക്ഡ് ആവാൻ പാടില്ല. പ്രവോക്ഡ് ആയാൽ പോലും അങ്ങനെ ഒരു ആക്ഷൻ ഒരിക്കൽ പോലും ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിലേക്ക് പോകാനേ പാടില്ലാത്തതാണ്. പക്ഷേ അവിടെ സിജോ നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് റോക്കി ഇടിക്കുകയാണ് ഉണ്ടായത്. ഒരു നല്ല രീതിയിലുള്ളൊരു പഞ്ച് തന്നെയാണ് ആ പ്രൊമോയിൽ കറക്റ്റായിട്ട് എവിഡൻ്റായിട്ട് കാണാൻ പറ്റും. ആ ഒരു പഞ്ച് ചെയ്തതിന് ശേഷം സിജോ ഒരിക്കൽ പോലും ഒന്നും സംസാരിക്കുകയോ റിയാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആ ഒരു പഞ്ച് കിട്ടുന്നത് വരെ സിജോ നല്ല രീതിയിൽ റോക്കിയെ പ്രൊവോക്ക് ചെയ്തു. പക്ഷെ അതിന് ശേഷം ഒരക്ഷരം പോലും സിജോ മിണ്ടിയിട്ടില്ല. അത് സിജോയുടെ ആവശ്യമായിരുന്നു. റോക്കി പഞ്ച് ചെയ്യുക എന്നുള്ളത് സിജോയുടെ ഒരു ഗെയിം തന്നെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന് ശേഷമുള്ള സംഭവങ്ങൾ വളരെയധികം നാടകീയമായിരുന്നു. റോക്കിയുടെ ഇതുവരെ ആ വീട്ടിൽ കാണാത്തൊരു ഫേസ് അതിൽ കാണാൻ പറ്റുന്നുണ്ടായി. ആ ഒരു ഇടിക്ക് ശേഷം റോക്കിയെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചിരിക്കുന്നു. കൺഫെഷൻ റൂമിൽ കയറിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന റോക്കി ആയിരുന്നില്ല. റോക്കി തുടക്ക സമയത്ത് വീട്ടിലേക്ക് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ളത്. റോക്കി ആയിട്ടും അസിയായിട്ടും എനിക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൺഫെഷൻ റൂമിലേക്ക് കയറിയതിന് ശേഷം റോക്കി ആയിട്ടുണ്ടായിരുന്നില്ല, റോക്കി അസിയായിട്ട് മാറുകയായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയുന്ന ഒരു റോക്കിയാണ് അതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. 6 വർഷത്തെ എൻ്റെ സ്വപ്നമായിരുന്നു ഇത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ടിട്ടാണ് റോക്കി കരയുന്നുണ്ടായിരുന്നത്. ബിഗ് ബോസ് ഒന്നും ഇതുവരെ അവിടെ മിണ്ടിയിട്ടില്ല, ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. കൺഫെഷൻ റൂമിൽ വരാനേ പറഞ്ഞിട്ടുള്ളൂ, ബിഗ് ബോസ് ഒന്നും ചോദിച്ചിട്ടില്ല. അലമുറയിട്ട് തന്നെ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു റോക്കി. ഞാനൊരു കണ്ടന്റിന് വേണ്ടിയിട്ടോ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എനിക്ക് വേണ്ടി മാത്രമല്ല ഈ വീട്ടിൽ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ ദേഹത്ത് തൊട്ട സമയത്ത് അത് ആക്ച്വലി ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് ഈ പഞ്ചിങ്ങിന് തൊട്ട് മുമ്പായിട്ട് റോക്കി സിജോയോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ദേഹത്ത്. അതിനു മുമ്പ് സിജോ ആക്ച്വലി റോക്കിയുടെ താടിയിൽ പിടിച്ചിട്ട് ഒരുമാതിരി ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇനി നീ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ദേഹത്ത് തൊട്ട് നോക്ക്, ദേഹത്ത് തൊട്ടാൽ നീ വിവരം അറിയും എന്നുള്ള രീതിയിൽ റോക്കി പറയുമ്പോഴാണ് സിജോ റോക്കിയുടെ പുറത്ത് തൊടുന്നതും ആ അതേ സെക്കൻഡിലാണ് മുഖത്തൊരു പഞ്ച് കിട്ടുന്നതും. പഞ്ച് കിട്ടി സിജോയ്ക്ക് അത്യാവശ്യം മുഖത്ത് നീരൊക്കെ വെച്ച് നല്ല ഇതിലായിട്ടിരിക്കുന്നത്. സിജോ മെഡിക്കൽ റൂമിലായിരുന്നു. ഇപ്പോഴത്തെ നിലവിലത്തെ ലൈവ് അപ്ഡേറ്റിൽ സിജോ മെഡിക്കൽ റൂമിലുള്ളത്. അതിനുശേഷം ഈ റോക്കി കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് തവണ പറഞ്ഞതാണ് സിജോയോട് എൻ്റെ ദേഹത്ത് തൊടല്ലേ എന്ന് പറഞ്ഞതാണ്. പക്ഷെ സിജോ തൊട്ടു, ഞാൻ പ്രൊവോക്ഡ് ആയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, എനിക്കെല്ലാം പോയി എന്നുള്ള രീതിയിൽ
ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു റോക്കിയാണ് കണ്ടത്. റോക്കിയല്ല, അസിയാണത്. റോക്കി പറഞ്ഞത് വെച്ചിട്ട് ഡുവൽ പേഴ്സണാലിറ്റി ആണെങ്കിൽ അത് അസി തന്നെയാണത്. അതിനുശേഷം സിജോയോടും സിജോയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ മാപ്പ് പറയുന്നുണ്ട്. പാരൻസിനോടും ഫാമിലിയോടും ഒക്കെ ക്ഷമിക്കണം, കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ക്ഷമിക്കണം, ബിഗ് ബോസ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അസി ഭയങ്കരമായൊരു നാടകീയമായ ഒരു രംഗം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ റെഡിയാണ്, ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ അർഹനല്ല, ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു അസയാണ് കൺവെൻഷൻ റൂമിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇതുവരെ ഒന്നും മേ ബി സിജോയുടെ ഒരു അഭിപ്രായത്തെ കൂടി ഇതിൽ മാനിക്കുമായിരിക്കും. സിജോയ്ക്ക് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്നുള്ളതിൽ സിജോയുടെ അഭിപ്രായം ചോദിക്കുമായിരിക്കും. എന്താണ് നടപടി എടുക്കേണ്ടതെന്നുള്ള സജഷൻ ബിഗ് ബോസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിന് ഈ ഒരു ഇതിൽ തീരുമാനമെടുക്കാൻ ഡയറക്റ്റായിട്ട് ഒറ്റയടിക്ക് തീരുമാനമെടുക്കാൻ പറ്റും. സ്പോട്ട് എവിക്ഷൻ നടത്താനുള്ള എല്ലാവിധ ചാൻസും ഇതിലുണ്ട്. പക്ഷേ സിജോയുടെ ഒരു അഭിപ്രായത്തെ കൂടി മാനിക്കുക, അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടായ ആർഗ്യുമെൻ്റ് ഉണ്ടായതിൽ സിജോ റോക്കിയുടെ ദേഹത്ത് കൈവച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ അടി എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് വരുമോ എന്നുള്ളത് അറിയില്ല.